പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ടായിരിക്കാം സ്വർഗത്തിലെതിയും ഇടയാക്കിയതിനെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനം സൗഖ്യമാക്കുന്ന വചനമാണ്, സൃഷ്ടിക്കുന്ന വചനമാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്ന വചനമാണ്, ആശ്വസിപ്പിക്കുന്ന വചനമാണ്. അതിനേക്കാളെല്ലാം ഉപരി ദൈവവചനമാണ് നാം ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതായത് ദൈവവചനത്തിൽ നമുക്ക് രണ്ട് കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്: ജ്ഞാനവും പരിജ്ഞാനവും. ജ്ഞാനമെന്ന് പറയുമ്പോൾ നമുക്ക് യേശു ആരാണെന്ന് അറിയാനായിട്ട് നമുക്ക് ചില പുസ്തകങ്ങൾ വായിച്ചാൽ അറിയും. ആരുടെയെങ്കിലുമൊക്കെ പ്രസംഗം കേട്ടാൽ നമുക്ക് അല്പമൊക്കെ അറിവ് കിട്ടും, യേശു ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടും. അതുപോലെ പല മീഡിയയിൽ കൂടെ നമുക്ക് ഹൂ ഈസ് ജീസസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അറിവുകൾ നമുക്ക് എല്ലായിടത്തുനിന്നും ലഭിക്കും. യേശു ആരാണ്, യേശു എത്ര വയസ്സിലാണ് ശുശ്രൂഷ ആരംഭിച്ചത്, എത്രാമത്തെ വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ അവസാനിച്ചത്, ക്രൂശിൽ മരിച്ചത്, ഏത് വർഷം നടന്നു, യേശുവിൻ്റെ ശിഷ്യന്മാർ എത്ര പേരായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ധാരാളം, കാരണം അറിവ് കിട്ടാനായിട്ട് ഒത്തിരി മാധ്യമങ്ങൾ ഇന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതായത് 2025 വർഷങ്ങൾക്കും 2026 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യേശുവിനെ കുറിച്ചുള്ളത് അറിവാണ്. പക്ഷെ ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അറിവാണ് പരിജ്ഞാനം. അപ്പോൾ ആ അറിവ്, പരിജ്ഞാനം, ആ യേശു ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു വെക്കാറുണ്ട്. ഇന്ന വ്യക്തി, ആ വ്യക്തിയുടെ അടുക്കൽ പോയാൽ, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയാൽ, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ, കാരണം അവിടെയാണ് യേശു ഇരിക്കുന്നത്. പ്രിയപ്പെട്ട ക്രിസ്തു ഇന്ന് വസിക്കുന്നത് ഏതെങ്കിലും ചില പ്രത്യേക വ്യക്തികളിലോ ചില പ്രത്യേക സ്ഥലങ്ങളിലോ അല്ല. യേശുക്രിസ്തു അവനിൽ വിശ്വസിക്കുന്ന സകലരിലും അവനുണ്ട്. അഥവാ അവൻ നിങ്ങളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക മാത്രമേ വേണ്ടൂ അവൻ നിങ്ങളിൽ ഉണ്ടാവാനായിട്ട്. കാരണം അവൻ നിങ്ങളിലുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഈ വചനത്തിൽ വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ അറിവെന്ന് പറയുന്നത്, ഏറ്റവും വലിയ പരിജ്ഞാനമെന്ന് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അവിടെ മഗ്ദലനക്കാരി മറിയയും മറ്റേ മറിയയും ഒരുമിച്ച് യേശുവിനെ ശബത്ത് ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയിലേക്ക് പോയി. അവർ കല്ലറയിലേക്ക് ചെല്ലുമ്പോൾ അവർ പോകുന്ന വഴിക്ക് ചോദിച്ചുകൊണ്ട് പോയൊരു ചോദ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അത് മർക്കോസിൻ്റെ സുവിശേഷം ഈ 16-ാം അധ്യായത്തിന് 1, 2, 3 വാക്യങ്ങളിൽ 3 പേര് പോയി എന്നാണ് കരുതുന്നത്. മറിയയും, മഗ്ദലനക്കാരി മറിയയും സലോമിയും, അവർ 3 പേര് ഒരുമിച്ച് പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരവിടെ ചെല്ലുമ്പോൾ, അവരവിടെ പോകുന്ന വഴിക്ക് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അവർ പറഞ്ഞുകൊണ്ട് പോയ കാര്യമാണ്, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. അവരുടെ ചോദ്യം അതായിരുന്നു, ആര് നമ്മളെ സഹായിക്കും, ഈ ഒരു കാര്യത്തിൽ ആര് നമ്മളെ സഹായിക്കും. ആ ചോദ്യമായിട്ട് അവർ പോകുന്നു. ആ ഒരു ചോദ്യമായിട്ട് പോകുമ്പോൾ അവരവിടെ ചെന്നപ്പോൾ, നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പെട്ടെന്ന് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിനുമേലിരിക്കുന്നത് അവർ കണ്ടു. അവർ ഭയന്നു. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പക്ഷേ അതിൽ ദൂതൻ അവരോട് പറഞ്ഞ കാര്യമുണ്ട്: നിങ്ങൾ മരിച്ചവനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിച്ച് വന്നത്, പക്ഷേ അവൻ മരിച്ചില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നാൽ അതിൻ്റെ 6-ാം വാക്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ അവർക്ക് വ്യക്തത കൊടുക്കുന്നത്, യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവിടെ അവർ വന്നപ്പോൾ കല്ലറയുടെ പുറമെ നോക്കിയാൽ ഒരു പുനരുത്ഥാനം നടന്നതിൻ്റെ ഒരു ലക്ഷണങ്ങൾ അവിടെ ഇല്ല. ആ കല്ലറയിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസം നടന്നു എന്നതിന് ഒരു തെളിവ് അവിടെ ഇല്ല. അതിൻ്റെ ആ കല്ലറയിൽ അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചങ്ങല അതുപോലുണ്ട്, മുദ്ര അതുപോലുണ്ട്, പാറ അതുപോലുണ്ട്, അവിടെ കാവൽക്കാർ അതുപോലെ നിൽപ്പുണ്ട്. മാറ്റമൊന്നുമില്ല.
പക്ഷേ അകത്ത് അത്ഭുതം സംഭവിച്ചിരിക്കുക. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. കാരണം ദൂതൻ അതാ പറഞ്ഞത്, അവനിവിടെ ഇല്ല. അപ്പം അവിടെ യേശുക്രിസ്തുവിൻ്റെ ശരീരം അവർ വെച്ച സ്ഥലത്തില്ല. പുറമേ കാണാൻ അടയാളങ്ങളൊന്നുമില്ലെങ്കിലും അകത്ത് അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മ, നമ്മൾ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മൾ പലപ്പോഴും ആ പ്രാർത്ഥനയുടെ മറുപടിയും അടയാളങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളിൽ അസാധാരണമായ നിലയിൽ അത്ഭുതം ചെയ്യുന്നവൻ അത്ഭുതം ചെയ്ത് കഴിഞ്ഞു. അവിടെ അവർ ചെന്നപ്പോൾ ആ കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുക. കല്ലുരുട്ടി മാറ്റിയത് എന്തിനാ? അവർക്ക് സുഗന്ധദ്രവ്യം പൂശാനായിട്ടല്ല, അവർക്കൊരു ഉറപ്പ് വരാനായിട്ടാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം ജീവിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അവൻ പറഞ്ഞ വാക്കിൽ വിശ്വസ്തനാണെന്ന് ഇവർക്ക് ഉറപ്പ് വരാനായിട്ടാണ് കല്ലുരുട്ടി മാറ്റിയത്. എന്നാൽ നമുക്ക് ദൈവവചനത്തിൽ വായിക്കാൻ കഴിയുന്നൊരു കാര്യം, യേശു മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ മരണം സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായത്തിൽ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം, യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ കാണുന്നത്, യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. യേശു അത്യുച്ചത്തിൽ പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുക. അപ്പോൾ അവിടെ യേശു ചെയ്യുന്നൊരു കാര്യം, യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അപ്പം അവിടെ നമുക്ക് യേശുവിനെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്. അപ്പോൾ നമുക്ക് ഈ ബൈബിളിൽ ദൈവം എന്ന പദപ്രയോഗം വരുമ്പോൾ നമുക്ക് യഹോവയായ ദൈവം, പിതാവായ ദൈവം എന്ന ആശയത്തിലും കർത്താവ് എന്ന പദപ്രയോഗത്തിൽ പുത്രനായ ദൈവത്തെക്കുറിച്ചുമാണ് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു. നമുക്കറിയാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ തൃത്വത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിവിടെ വിശദീകരിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, കർത്താവ് ആത്മാവാകുന്നു. ദി ലോർഡ് ഈസ് സ്പിരിറ്റ്. കർത്താവ് ആത്മാവ്. അപ്പോൾ നമുക്ക് യേശുവിനെ കുറിച്ച് യേശു പറഞ്ഞൊരു കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. അപ്പൊ അവിടെ രോഗി സൗഖ്യത്തിന് വേണ്ടി വന്ന പലരും കർത്താവേ എന്നെ സൗഖ്യമാക്കണമെന്ന് വിളിച്ചു. അതുപോലെ തന്നെ യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിനു ശേഷം യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ്. അങ്ങനെയാ കർത്താവ് പറയും. അപ്പൊ അവിടെ അല്ലേ കർത്താവ്. അതുപോലെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഞാനാണോ കർത്താവേ? ആരാ കർത്താവേ? ഞാനാണോ കർത്താവേ? കർത്താവേ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണാൻ കഴിയുന്നൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ, ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിൻ്റെ ഹല്ലേലൂയ 36-ാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. കർത്താവ്. നമുക്ക് റോമാലേഖനത്തിൽ പിന്നെയും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, 10-ാം അധ്യായത്തിൽ, റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായം, അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ യേശുവിനെ കർത്താവ് എന്ന് പറയും. അപ്പോൾ കർത്താവ് എന്ന ആ ഒരു പദപ്രയോഗം വരുമ്പോൾ പുത്രൻ, അപ്പം കർത്താവ് ആത്മാവാകുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ആരാണ്?
ആത്മാവാണ്. ക്രിസ്തു ആത്മാവാണ്, കർത്താവ് ആത്മാവാണ്. അപ്പൊ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, അല്ലാതെ മരിച്ചു എന്നല്ല കാണുന്നത്, ഏൽപ്പിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവിൻ്റെ ഈ ക്രൂശ് മരണ സമയത്ത് അവര് പല രീതിയിൽ ഉപദ്രവിച്ചു. നുൾക്കിരീടം വെച്ചു, അതുപോലെ അവൻ്റെ മുഖത്ത് തുപ്പി, ചാട്ടവാറുകൊണ്ട് അടിച്ചു, അവനെ മുഖത്ത് ഇടിച്ചു. ഇതൊക്കെ അവർ ചെയ്തു. ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശ് വരെയും പോയി, കാൽവരി മല വരെയും പോയി. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, ഇതെല്ലാം ചെയ്തപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തു അവൻ താൻ ദൈവത്തിലേക്ക്, പിതാവിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാനതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് ഈ ക്രൂശിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ശരീരപ്രകാരമായി യേശു അവിടെ കിടക്കുന്നു, യേശുവിൻ്റെ ശരീരം അവിടെ കിടക്കുന്നു, ക്രിസ്തുവാകുന്ന കർത്താവ് പിതാവിൻ്റെ അടുക്കലെത്തി. അതായത് ക്രൂശ് മരണം നമുക്ക് റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചവരാകും. അപ്പം അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. അപ്പം നിങ്ങൾ അവൻ്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരണത്തോടും ഏകീഭവിക്കണം. അപ്പം മരണത്തോട് ഏകീഭവിച്ചാൽ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കാം. അപ്പം മരണം, യേശുവിൻ്റെ മരണം എന്താണ് നമ്മൾ കാണുന്നത്? അതായത് ലോകത്തിൽ നിന്ന് സെപ്പറേറ്റായി പിതാവിനോട് ചേർന്നു. ജഡപ്രകാരമുള്ള എല്ലാ ആക്ഷനും നിർത്തി ആത്മാവിൽ അവൻ പിതാവിനോട് ചേർന്നു, പിതാവിനോട് യുണൈറ്റഡായി. ആ ഒരു അവസ്ഥയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അതായത് ജഡപ്രകാരം ഇനി പ്രതികരിക്കുന്നില്ല, ഇനി ഒരു സ്ഥലത്ത് നടന്നുപോയി ഇല്ല. ആർക്കെങ്കിലും അവനെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകും, എവിടെയും. അപ്പോൾ ഇപ്പോഴവനെ കാണാൻ പറ്റുന്നത് വാതിലടച്ചിരിക്കെ തുറന്നു കൊടുത്ത് അകത്ത് കയറുകയല്ല, വാതിലടച്ചിരിക്കെ തന്നെ അവൻ അകത്ത് പ്രവേശിച്ചു. അവൻ അവരുടെ കൂടെ നടക്കയിൽ തന്നെ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞിരുന്നു. അപ്പം നുറുക്കയിൽ അവൻ വെളിപ്പെട്ടു, പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി, സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു. ഇതൊക്കെ നമ്മൾ കാണുക. അപ്പൊ ഇവിടെ ജഡപ്രകാരം, അതായത് ശരീരപ്രകാരം അവിടെ എല്ലാം നടന്ന് ശുശ്രൂഷ ചെയ്ത അവസ്ഥയിൽ നിന്ന് സ്റ്റോപ്പ്. ഇപ്പൊ അവൻ ആരാ? പിതാവിനോടുള്ള ഡീപ്പ് ഫെലോഷിപ്പിലായി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇതാണ് അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത്. ജഡപ്രകാരമുള്ള നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും, അതായത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്താ? നമ്മളോട് ഒരാളൊരു വാക്ക് പറഞ്ഞാൽ തിരിച്ച് നമ്മളും പറയും. ഒരാളെ നമ്മളെ മുറിപ്പെടുത്തിയാൽ നമ്മൾ തിരിച്ച് മുറിപ്പെടുത്തും. ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. ഒരാൾ നമ്മളോട് ശകാരിച്ചാൽ നമ്മൾ തിരിച്ച് ശകാരിക്കും. ഒരാൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. ഒരാൾ നമുക്ക് വിരോധമായ കാര്യം ചെയ്ത് നമ്മൾ അയാളെ വെറുക്കും. ആ ബന്ധമെല്ലാം നമ്മൾ മാറ്റിവെക്കും. നമ്മൾ ആകെ ഒരു ഗ്യാപ്പ് ഇടും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താ? അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതായത് മനുഷ്യൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമോ അങ്ങനെ ഞാൻ തിരിച്ച് പ്രതികരിക്കും. ആ ഒരു പ്രതികരണ രീതിയിൽ നിന്ന് ഇവിടെ കർത്താവ് ആ പ്രതികരണം നിർത്തി. അതായത് ഇവിടെ സെപ്പറേറ്റായി ആത്മാവും, അതായത് ആത്മാവാകുന്ന കർത്താവും ശരീരമാകുന്ന യേശു സെപ്പറേറ്റായി. അപ്പൊ ഇവിടെയാണ് അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്കിടെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇപ്പം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ, നിങ്ങളുടെ പള്ളിയിൽ, നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ആയിരുന്നു പ്രാർത്ഥിക്കുക, കൈയടിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആരാധിക്കുകയോ വചനം കേൾക്കുകയൊക്കെ ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ മാന്യന്മാരാണ്, വിശുദ്ധരാണ്, നിങ്ങൾ ആരുടെയും കുറ്റം പറയത്തില്ല, നിങ്ങളുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യത്തില്ല, നിങ്ങൾ പക്ക അല്ലേ? കാരണം പള്ളിക്കതിരിക്കുക, കൂട്ടായ്മയിലായിരിക്കുക. മറ്റുള്ളവരുണ്ട്, നിങ്ങളുടെ മുമ്പിൽ അച്ഛനുണ്ട്, അല്ലെങ്കിൽ ദേവദാസനുണ്ട്, നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കും അല്ലേ മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും. പക്ഷേ ഒരു വലിയ വെല്ലുവിളി വരുമ്പോൾ, വഴക്കുണ്ടാക്കാൻ ഒരു സാധ്യത വരുമ്പോൾ, പാപം ചെയ്യാൻ സാധ്യത വരുമ്പോൾ,
നിലവിളിക്കാൻ സാധ്യതയുള്ളപ്പോൾ, കരയാൻ സാധ്യതയുള്ളപ്പോൾ, ഭയപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ ഇല്ല. യെസ്, ഐ എം ഡിറ്റാച്ച്ഡ് ഫ്രം മൈ ഹ്യൂമൻ നേച്ചർ. ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17 പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആ പുതിയ സൃഷ്ടിയാകുന്ന അനുഭവത്തിലാകുന്നതിന് പറയുന്നവരാണ് അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. യെസ്, അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നു. ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഫിസിക്കൽ നേച്ചർ കംപ്ലീറ്റ്ലി. അതായത് ജഡപ്രകാരമുള്ള പ്രകൃതത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറി ആത്മപ്രകാരമുള്ള അവനോട് ചേർന്നു. അതായത് ഇപ്പം എന്നോടൊരാൾ പ്രതികരിച്ചതനുസരിച്ച് ഇവിടെ ഞാൻ തിരിച്ച് പ്രതികരിക്കേണ്ടതാണ്, ബഹളം വെക്കേണ്ടതാണ്, വഴക്കുണ്ടാക്കേണ്ടതാണ്. ആ വ്യക്തി എന്നെക്കുറിച്ച് നുണ പറഞ്ഞപ്പോൾ ഞാനും ആ വ്യക്തിയെക്കുറിച്ച് നുണ പറയേണ്ടതാണ്. ആ വ്യക്തി എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ എനിക്കും അറിയാം അനേക കാര്യങ്ങൾ, ഞാൻ വിളിച്ചു പറയേണ്ടതാണ്. പക്ഷെ പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഐ എം കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദി ഹ്യൂമൻ നേച്ചർ. ഞാൻ ജഡിക സ്വഭാവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടി അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. ആമേൻ. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പഠന സ്ഥലത്ത്, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടുമ്പോൾ, നിങ്ങൾ നിരാശപ്പെടുത്തപ്പെടുമ്പോൾ, നിങ്ങളെ കളിയാക്കുമ്പോൾ, നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തുമ്പോൾ, നിങ്ങളെ അക്യൂസ് ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്ത നന്മകളെ തള്ളിപ്പറയുമ്പോൾ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ ആ സമയത്ത് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ, യെസ് പരിശുദ്ധാത്മാവേ നീ എത്ര നല്ലവനാ, പരിശുദ്ധാത്മാവേ ഈ സിറ്റുവേഷനിലും എൻ്റെ കൂടെ അങ്ങ് നിൽക്കുന്നതിനായിട്ട് നന്ദി, പരിശുദ്ധാത്മാവേ ഈ പ്രതികൂലത്തിലും എൻ്റെ കൂടെ അവിടുന്ന് ഹല്ലേലൂയ ചേർന്ന് നിൽക്കുന്നതിനായിട്ട് നന്ദി, എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി, എന്നോടുള്ള ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി, ഹല്ലേലൂയ യേശുക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് നന്ദി, യേശുക്രിസ്തുവിൽ എന്നെ വീണ്ടും ജനനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നതിനായിട്ട് നന്ദി, യേശുക്രിസ്തു മുഖാന്തരം എന്നെ പുതിയ സൃഷ്ടിയാക്കിയതിനായിട്ട് നന്ദി. ആ ക്രിസ്തുവിൻ്റെ ഭാവം, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴാണോ ഹല്ലേലൂയ ആമേൻ ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, അതിൻ്റെ പേരാണ് അവൻ്റെ കൂടെ മരിക്കുക. അത് ജഡപ്രകാരം പ്രതികരിക്കാത്ത സ്വഭാവം. അതായത് നമുക്കറിയാം, യേശുക്രിസ്തുവിനെ ഗതശമന തോട്ടത്തിൽ വെച്ച് പിടിച്ചപ്പോൾ തന്നെ പത്രോസ് വാളെടുത്ത് അവിടെ വന്നൊരാളെ വെട്ടി. യേശു പറഞ്ഞൊരു കാര്യം, എനിക്കിപ്പോൾ പിതാവിനോട് ചോദിച്ചുകൂടെ ലഗ്യോൻ കണക്കിന് ദൂതന്മാരെ എൻ്റെ സേവനത്തിന് കൊണ്ട് നിർത്താൻ പറ്റും? അതെ, നിർത്താൻ പറ്റും. ഒരൊറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ 1,84,000 പേരെ കൊന്നുകളഞ്ഞെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുമ്പോൾ ലഗ്യോൻ കണക്കിന് ദൂതന്മാർ ഇറങ്ങിയാലത്തെ അവസ്ഥ എന്താ നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടത് അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ പിടിക്കാൻ വന്ന സ്ഥലത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരെല്ലാം ദൈവപുത്രൻ യേശു ചോദിച്ചു, യേശുവിനോട് ചോദിച്ചു, യേശു ആരെ പിടിക്കാനായിട്ട് നിങ്ങൾ വന്നെന്ന് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 5-6 വാക്യം, നസറേനായ യേശുവിനെ എന്നൊരു ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അങ്ങനെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നിലത്ത് വീണു. അപ്പോൾ ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പ്രവാചകൻ ഏലീശ പ്രവാചകനെ പിടിക്കാനായിട്ട് ആരാം രാജാവിൻ്റെ സൈന്യം മുഴുവൻ വന്നിരിക്കുക. ഒറ്റ വാക്കുകൊണ്ട് അവരുടെ കണ്ണ് കുരുടാക്കി. ഒറ്റ വാക്ക് പറഞ്ഞ പട്ടാളക്കാർ ആ വലിയ സൈന്യത്തിൻ്റെ കണ്ണ് മുഴുവൻ കുരുടായി. നമ്മളറിയാം, സോദോം ഗൊമോറയിൽ ദൂതന്മാർ പോയിരുന്നപ്പോൾ അവരോട് തെറ്റായ രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് അവരെ പിടിക്കാമെന്നവരുടെ കണ്ണ് കുരുടായിപ്പോയി. ഇവിടെ എൻ്റെ കർത്താവിനിത് സാധ്യമല്ലേ? ആണ്. പക്ഷേ അവിടെ മരണം സംഭവിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ജഡപ്രകാരമുള്ള പ്രതികരണത്തിന് മുഴുവൻ സമയം കഴിഞ്ഞു. പലപ്പോഴും അവനെ പിടിക്കാമെന്നപ്പോൾ അവരുടെ നടുവിൽ കൂടെ കടന്നുപോയ ആളാണ്. പുരുഷാര നിമിത്തം അവനെ ഭയപ്പെട്ടു. പുരുഷാരത്തെ ഭയപ്പെട്ടു അവനെ പിടിക്കാതിരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പിടിക്കാമെന്ന പല സ്ഥലത്തുനിന്ന് അവൻ ഓടിപ്പോയിട്ടുണ്ട്. ഇവിടെ ഓടിപ്പോയില്ല, കാരണം ഇവിടെ ജഡപ്രകാരം പ്രതികരിക്കുന്ന സമയമല്ല. അതായത് യേശു ആ ഗതശമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അതാണ് ശരിക്കും ഡെത്ത്. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരാകുക, യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരാകുക.
അവിടെ പ്രവചിക്കാൻ പറഞ്ഞു. യേശു പ്രവചിച്ചില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. യേശു ഇറങ്ങി വന്നില്ല. ഈ കല്ലറയ്ക്കകത്ത് 3 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന യേശു ക്രിസ്തുവിന് അവിടെ നിന്ന് ഇറങ്ങി പോകാമെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങരുതായിരുന്നോ? കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചപ്പോൾ ഒട്ടും ജീവനില്ല. ആ ഒട്ടും ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരാമെങ്കിൽ ക്രൂശിൽ കിടക്കുമ്പോൾ അല്പം ജീവനില്ലേ? ജീവനുണ്ടല്ലോ, ഇറങ്ങി വരാമായിരുന്നല്ലോ, വന്നില്ല. കാരണം എന്താണെന്നറിയോ? പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശീലിപ്പിക്കണം അവൻ്റെ മരണത്തോട് ഏകീഭവിക്കാൻ. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഏറ്റവും വലിയ പുനരുത്ഥാനത്തെ പ്രാപിക്കാനായിട്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പുനരുത്ഥാനം, ഏറ്റവും വലിയ ഉയർച്ച. ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ യേശുക്രിസ്തു അല്ലേ, യേശുക്രിസ്തുവിനെ വെല്ലുവിളിച്ചവർ, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. അപ്പോൾ അവനെ പിടിച്ചു കെട്ടിയപ്പോൾ അവന് ഈസി ആയിട്ട് അതൊക്കെ കുടഞ്ഞു കളഞ്ഞു പോകാവുന്നുള്ളൂ അല്ലേ? ചിന്തിച്ചു നോക്കുകയും, ഈ ഗദസര ദേശത്തെ ഭൂതഗ്രസ്തനെ ഭൂതം പിടിച്ചിരുന്നപ്പോൾ ചങ്ങല കെട്ടി അവൻ ഒന്ന് കുടഞ്ഞു കളഞ്ഞപ്പം എത്ര വലിയ ചങ്ങല കെട്ടിയിട്ട് അത് പൊട്ടിപ്പോയി. ദൂതൻ ഇറങ്ങിയപ്പോൾ പത്രോസിൻ്റെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെയും മേലുള്ള ചങ്ങല പൊട്ടിപ്പോയി. ദൈവശക്തി ഇറങ്ങിയപ്പോൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അവിടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ തടവുപുള്ളികളുടെയും ചങ്ങല പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിച്ച് കളയാമെങ്കിൽ ഈ കർത്താവ്, സാക്ഷാൽ കർത്താവിന് ഒരു വാക്ക് പോരെ, ഒരു ചിന്ത പോരെ, ഒന്ന് ഊതിയ പോരെ? എന്താ ചെയ്യാതിരുന്നേ? അവൻ തന്നെ പിതാവിൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നാഴികയ്ക്കായിട്ടല്ലോ ഞാൻ വന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില നിശബ്ദതകൾ നിങ്ങളുടെ ശബ്ദത്തെക്കാൾ ശക്തമേറിയതാണ്. ചില പ്രതികരിക്കാത്ത അവസ്ഥയില്ലേ, ചില പ്രതികരണങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചില സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുകയായിരിക്കും, നിശബ്ദരായിരിക്കും. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ മൗനമായിട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചിരിക്കുക. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കും. അവൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിത സ്ഥലത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളെ മറ്റുള്ളവർ ചെറുതായിട്ട് പറഞ്ഞേക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായ സങ്കല്പങ്ങൾ ആളുകൾ വിതച്ചേക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മധ്യേ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളിൽ കൂടെ പോവുകയാണെങ്കിലും നിങ്ങളുടെ നിശബ്ദത, ആമേൻ, നിങ്ങളുടെ എത്രയോ വലിയ ശബ്ദത്തെക്കാൾ ശക്തമേറിയതാ. ആമേൻ. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് നിങ്ങളുടെ എത്രയോ വലിയ പ്രതികരണങ്ങൾക്കുള്ള ശക്തമുള്ളതാണെന്നറിയാമോ? കാരണം ഹല്ലേലൂയ, അവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയാത്ത പോലെ ദൈവം നിങ്ങളെ ഉയർത്തുന്നൊരു സമയത്ത് വന്നിരിക്കാം. നിങ്ങളിൽ വേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് ആളുകളെ ഭയന്നിട്ടല്ല, ഞാൻ പ്രതികരിക്കാതിരിക്കുന്നത് പ്രതിസന്ധിയെ ഭയന്നിട്ടല്ല, എൻ്റെ കർത്താവിനെ അനുസരിച്ച്, എൻ്റെ കർത്താവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രത്തോളം അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരാകുന്നോ അത്രത്തോളം നിങ്ങളിൽ ഗ്യാരണ്ടിയാണ് അവനോടുകൂടെ പുനരുത്ഥാനം, അവൻ്റെ കൂടെ. അതായത് യേശുക്രിസ്തുവിന് ആമേൻ, ഹല്ലേലൂയ, അവൻ പുനരുത്ഥാനം ചെയ്തു കഴിഞ്ഞ് പിന്നെ ആർക്കും അവനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. ഇന്ന് ഹല്ലേലൂയ, ആമേൻ, ഇന്ന് അനേക ഹൃദയങ്ങളിൽ അവൻ വാഴുന്നു, രാജാവായി വാഴുന്നു, കർത്താവായി വാഴുന്നു. അവനെ ചതിയനെന്നാ പുരോഹിതന്മാർ വിളിച്ചേ, കള്ളനെന്ന് വിളിച്ചു. ബേൽസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞു. അവനൊരു ദുരാത്മാവ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് യേശു ഇന്ന് ജീവിക്കുക. ഹല്ലേലൂയ. അനേക ഹൃദയങ്ങളിൽ ഇന്നും ഉയർത്തി ജീവിക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ അവന് പുനരുത്ഥാനത്തോടും ഏകീഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതെല്ലാം കഷ്ടതയും പ്രയാസവും എല്ലാം ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്നുള്ള മനോഭാവത്തിലായിരിക്കരുത്. അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, യേശു ആമേൻ മരിക്കാൻ വേണ്ടി മരിച്ചതല്ല, മരണത്തെ ജയിക്കാൻ വേണ്ടി മരിച്ചതാണ്. യേശുക്രിസ്തു മരിക്കാൻ വേണ്ടി മരിച്ചതല്ല, അവൻ മരണത്തെ ജയിക്കാനായിട്ടാണ് മരിച്ചത്.
He died not to die, but to overcome the death. മരണത്തെ ജയിക്കാനായിട്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോഴായിരിക്കുന്ന ഏതെങ്കിലും മൗനമോ ഏതെങ്കിലും നിശബ്ദതയോ ഏതെങ്കിലും വെല്ലുവിളികളിൽ കൂടെ പോകുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അതിനെ ജയിക്കാനായിട്ട്, അതിനെ തകർക്കാനായിട്ട്, അതിന് നിങ്ങളിൽ വേണ്ടതെന്ന് പറയും, അവൻ്റെ മരണത്തോടേക്ക് ഭവിക്കണം. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിസന്ധിയെ നോക്കി നിലവിളിക്കുന്നവരാകാതെ കർത്താവിനോടുള്ള ഡീപ്പ് ഫെലോഷിപ്പ്. യെസ്, ഞാൻ ഈ ലോകത്തിലെ അല്ല, ഞാൻ ഈ സിറ്റുവേഷൻ്റെ അകത്ത് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ റെഡിയല്ല. എനിക്കറിയാം എനിക്ക് വേണ്ടി ഏറ്റവും നല്ല പുനരുത്ഥാനം, എനിക്ക് വേണ്ടി ഏറ്റവും നല്ല ഉയർപ്പ്, ഹാലൂയ, അതിവേഗം ഞാനത് കാണും. അതെൻ്റെ അവകാശം. പ്രിയപ്പെട്ടവരെ, ആ ബോധ്യമുള്ളവരായിട്ട് വാഴാൻ പരിശുദ്ധാത്മാവാൻ ദൈവം, യെസ്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ഒറ്റയ്ക്ക് നിങ്ങളെ വിടാത്ത പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് ചില മേഖലകളിൽ അവർ അങ്ങയുടെ മരണത്തോട് ഏകീഭവിച്ച നിലയിൽ കൈവിടപ്പെട്ടവരായി, ചില നുണയ്ക്കകത്ത് കുരുങ്ങി, ചില കുറ്റപ്പെടുത്തലുകളിൽ, ചില ഒറ്റപ്പെടലുകളിൽ കുരുങ്ങി കർത്താവ് നിരാശയോടെ കഴിയുന്നവരെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അവർക്ക് വിരോധമായി ഉയരുന്ന എല്ലാ നുണയുടെ കോട്ടകളും, അവർക്ക് വിരോധമായി പറഞ്ഞ് പരത്തുന്ന എല്ലാ ഫോഷ്ക്കും, എല്ലാ നുണകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, ആ നുണയുടെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ നീതി വെളിപ്പെട്ടു വരട്ടെ, സത്യം വെളിപ്പെട്ടു വരട്ടെ. അതിനുമേൽ കർത്താവിൻ്റെ അത്ഭുതം, ആമേൻ, ദൈവ മഹത്വത്തിൻ്റെ അസാധാരണമായൊരു ചലനമുണ്ടാകട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിരോധമായി പറഞ്ഞ് പരത്തപ്പെട്ട എല്ലാ ഫോഷ്കുകളും മാറിപ്പോയിട്ട് ക്രിസ്തുവിലെ ജീവൻ, ക്രിസ്തുവിലെ സാന്നിധ്യം, ക്രിസ്തുവിലെ ശക്തി, ക്രിസ്തു യേശു മുഖാന്തരമുള്ള ആമേൻ അത്ഭുതം, ക്രിസ്തു യേശു മുഖാന്തരമുള്ള നീതി, ജയം വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അതേ കർത്താവ്, ഹല്ലേലൂയ, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുകയും വ്യക്തികളെ പണിയുകയും ചെയ്യുന്ന അതേ ദൈവം, ഈ കർത്താവ് ഈ പ്രതികൂലങ്ങളിൽ കൂടെ പോകുന്ന ഇവരുടെ അകത്ത് വിശ്വാസത്തെ ബിൽഡ് ചെയ്യണം. നിരാശത്തെ എടുത്തു കളഞ്ഞ് വിശ്വാസത്തെ, ധൈര്യത്തെ, ഉറപ്പിനെ, പ്രത്യാശയെ, ആരാധനയുടെ സന്തോഷത്തെ, ക്രിസ്തുവേശുള്ള ആനന്ദം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യെസ് ലോർഡ്, വലിയ സന്തോഷം, വലിയ ആനന്ദം ഹൃദയങ്ങളിൽ അവിടെ നിന്ന് പകരുന്നതിനായിട്ട് നന്ദി. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവർ ക്രിസ്തുവിൽ ജയമായി നിൽക്കട്ടെ കർത്താവ്. കുടുംബമായി, വ്യക്തികളായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും ഇപ്പോൾ തന്നെ ഈ ദിവസം, ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പിൻ്റെ ദിവസമായി മാറട്ടെ. ആമേൻ. അവരെക്കുറിച്ച് പറഞ്ഞതല്ല തെറ്റായ കഥകൾ, അത് തെറ്റാണെന്ന് വെളിപ്പെട്ട് ഇവരുടെ നീതി വെളിപ്പെടുന്നൊരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നീതിമാനാണ്. അതെ, ഹല്ലേലൂയ. കർത്താവ് നീതിമാനും തന്നെ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനാണ്. അതെ, ഇന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുവരെയും കുറ്റപ്പെടുത്തപ്പെട്ടവരായിരുന്നെങ്കിൽ നിങ്ങളെ നീതിമാന്മാരാക്കുന്ന ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു പകലായിട്ട് ഇന്ന് പകൽ മാറിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഗാഡ് ബ്ലസ് യു. ആമേൻ.